ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലൈവ് റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇത് അടിപൊളി ഒരു സംഭവമാണ്. ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല മാറ്റമുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി വേണ്ടി ഷെയർ ചെയ്യുകയാണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബൗൾ ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂണ് കടലമാവും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് തേൻ ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പം ഞാനിവിടെ കുറച്ച് തേൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്പൂണ് പാലും കൂടി ചേർത്തതിൻ്റെ ശേഷം നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കട്ടോ. കട്ടിയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കോഫി പൗഡർ ലോകമെമ്പാടുമുള്ള സൗന്ദര്യ സംരക്ഷകർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ കോഫി പൗഡർ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കോഫിയിൽ ആൻറ്റി ഓക്സിഡൻസ് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമ്മളെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകളും കുരുക്കളും കലകളും എല്ലാം മാറിക്കിട്ടും കേട്ടോ. അങ്ങനെ മുഖം നന്നായിട്ട് കഴുകിയതിൻ്റെ ശേഷം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വെയിൽ കൊണ്ടിട്ടുണ്ടാകുന്ന കരിവാളിപ്പ് മാറാനൊക്കെ ഈ കോഫി പൗഡർ നല്ലതാണ്. ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആദ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് അടിപൊളി ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. അങ്ങനെ ഫേസിൽ ഇത് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആവും. അപ്പോൾ വേഗം തന്നെ നമ്മളിതൊന്ന് ഫേസിൽ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മളൊരു 10 മിനിറ്റ് മതി കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഡ്രൈ ആയി കിട്ടും. അങ്ങനെ പൊരുകത്തിലൊന്നും ആവാതെ ഞാനിത് എല്ലാ ഭാഗത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ണിൻ്റെ അടിഭാഗത്തുണ്ടാകുന്ന പഫ്നെസ്സൊക്കെ മാറിക്കിട്ടാനും ഈ ഒരു ഫേസ് പാക്ക് നല്ല അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ മുഖത്ത് എല്ലാ ഭാഗത്തും തന്നെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കഴുത്തിലെ കറുപ്പ് മാറാൻ വേണ്ടിയിട്ടും ഈ ഒരു പാക്ക് നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് ഡ്രൈ ആവാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്യും. അങ്ങനെ ഞാൻ ഇട്ടതിൻ്റെ ശേഷം പിന്നെ കുറച്ച് ഫോണൊക്കെ കണ്ടിങ്ങനെ ഇരുന്നിട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരണ്ടേ. അങ്ങനെ ഇത് പിന്നെ ഡ്രൈ ആയി വന്നതിൻ്റെ ശേഷം നമുക്കിത് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഉണങ്ങി തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് എന്താ ഒരു ഓരം പോലെയൊക്കെ തോന്നും. പക്ഷേ അത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കഴുകി കളയോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റായ തുണി കൊണ്ട് നമുക്കിതുപോലെ വെള്ളത്തിലൊന്ന് തൊട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് തുടച്ചെടുക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് തുടച്ചു എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല റിസൾട്ടാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്തില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടും. അടിപൊളി ഒരു സംഭവമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ. യൂസ് ചെയ്തിട്ട് കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.